സോ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. സോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ ഒരു ചേട്ടന്റെ കുൽസിതം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഒരു ചേച്ചി നമുക്ക് എന്തായാലും കണ്ടു നോക്കാം. ഓക്കെ, ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതാണ്. എന്തോ ഗുരുതരമായ പ്രശ്നമാണ്. എത്രയൊക്കെ തന്നെ ഇങ്ങനെ സംഭവങ്ങൾ നടന്ന് ആളുകൾ അറസ്റ്റിലായാലും പിന്നെയും ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടുകയാണ്. സോ എന്തായാലും പ്രശ്നം ഗുരുതരമാണ്. നമുക്കൊന്ന് കണ്ടു നോക്കാം. 1:30 മണിയാവറ ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഫ്രണ്ട് ക്യാമറയിൽ ഷൂട്ട് ചെയ്യാനുള്ള മെയിൻ റീസൺ കുറെ കൽപ്പന്മാര് വരും, വസ്ത്രധാരണ കൊണ്ടാണ് ഇമാതിരി തെണ്ടിത്തരം ആൾക്കാർ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ആണുങ്ങൾ സപ്പോർട്ട് ചെയ്ത് കുറെ കൽപ്പന്മാർ ഇറങ്ങാനുണ്ട്. അതെ, ഒരു ഒപ്പായും വരും അങ്ങനെ കുറെ എണ്ണം. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് പ്രത്യേകിച്ചിട്ട്. കാരണം ഞാൻ ഇട്ടിരിക്കുന്നത് പർദ്ദയാണ്, ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ഒട്ടും എക്സ്പോസ്ഡ് അല്ലാത്ത പർദ്ദയാണ് എന്റെ വസ്ത്രം. ഈ വസ്ത്രത്തിന്റെ മുമ്പിൽ വെച്ചിട്ടാണ് ഇമാതിരി ചെറ്റത്തരം അയാൾ ചെയ്തത്. ആരോ എന്തോ ചെറ്റത്തരം ചെയ്തിട്ടുണ്ട്. തെളിവില്ലാത്തതാണല്ലോ പ്രശ്നം, അതുകൊണ്ട് തെളിവോടുകൂടി തന്നെ ഈ വീഡിയോ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആദ്യം വീഡിയോ കാണും. ഏതോ തന്തയില്ലാത്തവൻ അവിടെ ഇരുന്ന് എന്തോ കാണിക്കുന്നു. ഡബിൾ ഡാഡി ഡിസോസസ് ഉള്ള ആരോ ആണ്. ഒരു കല്ലെങ്കിലും എടുത്തെറിയായിരുന്നു. പിന്നെ കുടുംബം ഇനിയിപ്പം ഏതെങ്കിലും മാമാര് വന്ന് ചോദിക്കുമായിരിക്കും, നീ എന്തിന് രാത്രി അവിടെ പോയെന്ന്. അതെന്ത് ചോദ്യമാണ് ചോദിക്കുന്നത്? നീയൊക്കെ കുട്ടികളുണ്ടാവും, വീഡിയോ ഡിലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എന്നെ അറിയുന്ന ആൾക്കാരോ അറിയാത്ത ആൾക്കാരോ കമന്റ് ബോക്സിലോ മെസ്സേജിലോ വരേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യില്ല. അങ്ങനെ കുടുംബം കുട്ടികളുണ്ടെന്നുള്ള ഒരു ബോധം ഉണ്ടെങ്കിൽ ആ ബോധം ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ഞാനും പറഞ്ഞു വരുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ തന്തയില്ലാത്തരം കാണിച്ചതുകൊണ്ടല്ലേ വീഡിയോ എടുത്തത്. അല്ലെങ്കിൽ ആരെങ്കിലും പോയി വീഡിയോ എടുക്കുവോ? ത്തോടെ ജീവിക്കാൻ അയാൾ പഠിക്കണം. അല്ലാണ്ട് ഇമാതിരി ചറ്റത്തരം ചെയ്തിട്ട് ഒരു പെൺകുട്ടീന്റെ മുമ്പിൽ ഇത്രയും ട്രോമ തരുന്ന രീതിയിൽ ഓരോന്ന് ചെയ്തു വെച്ചിട്ട് വീഡിയോ ഡിലീറ്റ് ചെയ്യും. ഇനി ഈ വീഡിയോ നേരെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോവുക, ഒരു കേസ് കൂടെ കൊടുക്കുക. വീഡിയോ ഡിലീറ്റ് ചെയ്യുന്ന പറഞ്ഞിട്ട് ആരും കരയാൻ നിൽക്കണ്ട. വീഡിയോ ഒട്ടും ഡിലീറ്റ് ചെയ്യാൻ പോണില്ല, ബ്ലറാക്കാനും പോണില്ല. അമ്മാതിരി പച്ചക്ക് ഞാൻ ആ സാധനം ഇടാൻ പോവാണേ. അത്രേ ഉള്ളൂ. സമയം 1:30 മണിയാവർ. എന്തായാലും അമ്മാതിരി സാധനം പച്ചയ്ക്ക് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. അവൻ എയറിലായിക്കാണ്. സോ എന്തായാലും അടുത്തൊരു വീഡിയോ കൂടെ കണ്ടു നോക്കാം. എന്തോ കേസ് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഹലോ എവ്രിവൺ, ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ അക്കൗണ്ടിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ബേസിസിൽ ഇപ്പം അത്യാവശ്യം സൈബർ ബുള്ളിങ് എനിക്ക് നേരെ വരുന്നുണ്ട്. ഉള്ള കാര്യമല്ലേ കേട്ടോ, അതിന് എന്തിനാണ് സൈബർ ബുള്ളിങ് ഒക്കെ? ഒന്ന് റിയാക്ട് ചെയ്തിരുന്നോ ചോദിച്ചിട്ട്, 2 കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിരുന്നോ ചോദിച്ചിട്ട്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, എന്നാൽ പറ്റുന്ന രീതിയിൽ ആ ഇൻസിഡന്റ് ഉണ്ടായ സമയത്ത് തന്നെ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ട്. ആ റിയാക്ട് ചെയ്ത വീഡിയോ ഞാൻ ഇവിടെ പബ്ലിക്കലി എക്സ്പോസ് ചെയ്യാനോ ആളുടെ മുഖം കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് വിസിബിൾ ആവുന്ന രീതിയിൽ എക്സ്പോസ് ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം ഞാൻ 17-ാം തീയതിയാണ് ഈ ഇൻസിഡന്റ് ഉണ്ടാവുന്നത്. 17-ാം തീയതി തന്നെ ഞാനൊന്ന് നോക്കിയതിനു ശേഷം ഹെൽപ്പ് ലൈനിൽ ഇത് ഇൻഫോം ചെയ്യുകയും തുടർന്ന് ഞാൻ നാട്ടിലെത്തിയതിനു ശേഷം എന്റെ വീട്ടുകാരുടെ സാന്നിധ്യത്തിൽ ഞാൻ ഈ കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് ഈ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സോ ലീഗലി ഇത് ഫോർവേഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിന്റെ രീതിക്കായിരിക്കും ഇനി കേസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഇതിൽ ഫെർദർ വീഡിയോസ് ഇട്ടിട്ട് ഇതിനെ ഭയങ്കര വിയേർഡ് ആയിട്ടുള്ള രീതിയിൽ പോർട്രേ ചെയ്യാനോ കാര്യങ്ങളോ ഞാൻ താല്പര്യപ്പെടുന്നില്ല. കേസ് രജിസ്റ്റർ ചെയ്തതിന്റെ പ്രൂഫ് ഞാൻ ഇവിടെ സൈഡ് വെക്കുന്നുണ്ട്. അപ്പം എന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ക്ലാരിഫിക്കേഷൻ എന്ന രീതിയിൽ മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇനി മേലാൽ ഇമാതിരി കാര്യങ്ങൾ ഒരാളുടെ മുമ്പിലും ഒരാൾ ചെയ്യരുത്, പേടിക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഇട്ടതിന്റെ ഇന്റൻഷൻ. അല്ലാണ്ട് അതിന്റെ അപ്പുറത്തോട്ട് വേറൊരു ഇന്റൻഷനും എന്റെ മനസ്സിലുണ്ടായിരുന്നില്ല. സോ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അതിന്റെ പ്രൂഫ് ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്. സോ എന്തായാലും കംപ്ലൈന്റും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്തായാലും കുറച്ച് ദിവസം ജയിലിൽ കിടക്കട്ടെ അവൻ പോയി. ഓക്കെ, വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എന്തായാലും നല്ലതാണ് ഗൈസ്. പ്രതികരിക്കുന്നത് എന്തായാലും നല്ലതാണ്. ഇങ്ങനെയും പ്രതികരിക്കാം. സോ ന്യായമായ കാര്യത്തിൽ നമുക്ക് ഇങ്ങനെയൊക്കെ വീഡിയോ ഇട്ട് പ്രതികരിക്കാം. ഓക്കെ, സോ എന്തായാലും ഇതിന് മുമ്പ് ആര് വീഡിയോ ഇട്ട് പ്രതികരിച്ചു, അതെന്തായാലും ന്യായമുള്ള കാര്യമില്ല. പക്ഷെ ഇത് നമുക്ക് കണ്ടിട്ട് തന്നെ മനസ്സിലാവുന്നുണ്ട് ന്യായമായ ഒരു കാര്യമാണ്. സോ അയാൾ തെണ്ടിത്തരമാണ് കാണിച്ചത്. സോ ഇതിനെ നമുക്ക് ഇങ്ങനെ വീഡിയോ ഇട്ട് പ്രതികരിക്കാം. പക്ഷേ അയാൾക്ക് കുടുംബമുണ്ട്, കുട്ടികളുണ്ടെങ്കിൽ അവരും ഒന്ന് നാണം കെടും ഗൈസ്. അതാണ് പ്രശ്നം. ഇയാളെ മാത്രം നമുക്ക് പ്രതികരിക്കാം. ഓക്കെ, കുടുംബത്തിലോട്ട് കയറി പോയി പ്രതികരിക്കരുത് എന്നാണ് പറഞ്ഞു വരുന്നത്. വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഇതേപോലുള്ള റിയാക്ഷൻ കണ്ടന്റുമായി ഇനി അടുത്ത് വരുന്നവരേക്കും ബൈ ബൈ ഗൈസ്. ഡിസ്കോഡും ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. സബ്സ്ക്രൈബ്, ഫോളോ ഒക്കെ ചെയ്തു വെക്കണം. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ.